ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലീല ഷെരീഫ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു കൊഴുക്കട്ടയുടെ റെസിപ്പിയാണ്. പാൽ കൊഴുക്കട്ടയുടെ റെസിപ്പിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാലും ഞാൻ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി ഞാനിത് ഷെയർ ചെയ്യുന്നു. അതിനായിട്ട് ഈ കപ്പിന് ഞാൻ 2 കപ്പ് പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ കൊടുക്കുന്ന അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ചതച്ച ഒരു 1/2 ടീസ്പൂൺ ജീരകം, 4-5 ഏലക്ക ചതച്ചത്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ താഴെ ഉപ്പ്, ഇതാ ഒരു 1/4 കപ്പ് ഏകദേശം 4 ടേബിൾ സ്പൂൺ വരും പഞ്ചസാര, പിന്നെ ഇത് 1 കപ്പ് തേങ്ങ. അതിൻ്റെ പാല് ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. 1 കപ്പ് പാല് ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ആ പിഴിഞ്ഞെടുത്തതിന് ശേഷമുള്ള തേങ്ങ പിരിയണത്. പിന്നെ അത് നന്നായിട്ട് നമുക്ക് യോജിപ്പിച്ചെടുക്കാം. നമുക്ക് പാല് അവസാനം പാല് ഇതിൽ ഒഴിക്കാൻ ആവശ്യമുണ്ട്, അതാണ് ഞാൻ മാറ്റി വെച്ചത്. പിന്നെ നന്നായിട്ട് തിളച്ച വെള്ളം ഒഴിച്ച്, വെള്ളത്തിൻ്റെ അളവ് പറയാൻ പറ്റത്തില്ല, പൊടിയുടെ അനുസരിച്ച് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴച്ചെടുക്കത്തില്ലേ, ആ പരുവത്തിൽ നമുക്കിത് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് ഈ മാവ് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് അല്പം തണുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഞാനിത് വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഒരു ചെറിയ നാരങ്ങയുടെ വലുപ്പത്തിന് ഈ മാവ് നമുക്ക് ഉരുട്ടിയെടുത്ത് വയ്ക്കാം. ഇത് നാരങ്ങയുടെ വലുപ്പം, ഇത് ചെറിയ നാരങ്ങയുടെ വലുപ്പം അല്ലെങ്കിൽ വലിയ നെല്ലിക്കയുടെ വലുപ്പത്തിനോ നിങ്ങളുടെ ഇഷ്ടത്തിന് ഷേപ്പിനനുസരിച്ച് നമുക്കിത് ഉരുട്ടിയോ നീളത്തിനോ ഇട്ട് ഉരുട്ടി മാറ്റി വയ്ക്കാം. ഇത്രയും ഉരുട്ടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4-5 ഉരുളക്കുള്ള മാവ് നമുക്കിത് മാറ്റി വയ്ക്കണം. ഇത് അവസാനം നമുക്ക് കലക്കി ഒഴിക്കാനുള്ളതാണ്. പാലും കൂടെ ഒഴിച്ച് വേണം ഇത് കലക്കി ഒഴിക്കാനുള്ളത്. അതിനായിട്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അതായത് 2 കപ്പ് വെള്ളം ഞാൻ തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ ഞാൻ 1 കപ്പ് പാല്, തേങ്ങാപ്പാൽ മാറ്റി വെച്ചില്ല, അതും കൂടെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് തിളയ്ക്കാനായിട്ട് വയ്ക്കാം. അല്ലെങ്കിൽ ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം, അത് ഞാൻ വിട്ടുപോയി. പിന്നെ തിളച്ചിട്ട് കഴിഞ്ഞിട്ടേ ഇട്ടാവും. നമ്മൾ പിടിച്ച് വെച്ചിരിക്കുന്ന കൊഴുക്കട്ടേരെ പിടിച്ച് വെച്ച് അത് ഇട്ട് കൊടുക്കുക, മൊത്തത്തിൽ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഉടനെ ഇളക്കി കൊടുക്കരുത്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വേണം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇളക്കുന്നത്. തമ്മിലൊട്ടി പിടിക്കാതെ ഇരിക്കാനായിട്ടാണ്. ഫുൾ അടച്ച് വെച്ച് വെക്കരുത്, അത് പൊങ്ങിപ്പോകും. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം അത് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കല്. ഇതാ നേരത്തെ മാറ്റി വെച്ച മാവ് അല്പം പശുവും പാലാണ് ഒഴിച്ചിരിക്കുന്നത്, അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കലക്കി എടുത്ത് ഒഴിച്ചതാണത്. അതിലേക്ക് മധുരത്തിന് വേണ്ടി 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട്. അത് കൈവിടാതെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കട്ടിയാതെ ഫ്ലെയിം അങ്ങ് ലോയിലാക്കി കൊടുക്കുകയും വേണം. ഈ സമയത്ത് വെള്ളം ഇത് കുറച്ച് കഴിയുമ്പോൾ, ഇത് തണുത്ത് വരുമ്പോൾ നല്ല കുറുകി വരും, അത് കണക്കാക്കി വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാനുള്ളത്. അതായത് നമ്മളെ കൊഴുക്കട്ട റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇത് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചെറുതാക്കി നുറുക്കിയ ഒരു ഏത്തപ്പഴമാണ്, അതും കൂടെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ്, പ്രത്യേക ഒരു ടേസ്റ്റാണ് ഈ കൊഴുക്കട്ടയ്ക്ക്. എല്ലാവരും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എല്ലാവരും ഹാപ്പി ആയിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.